എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭവനത്തിൽ ദുരിതങ്ങളും ദാരിദ്ര്യവും കലഹങ്ങളും ഉണ്ടാകുന്നതിനുള്ള 6 കാരണങ്ങൾ. ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ ഭവനത്തിലും ഉണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തേത്, ഭവനത്തിലെ ആവശ്യമില്ലാത്ത സാധനങ്ങളെ ഒരുമിച്ച് എവിടെയെങ്കിലും കെട്ടിവെക്കുക. രണ്ടാമത്തേത്, ഭഗവാന്റെ മുന്നിൽ കത്തിക്കുന്ന വിളക്ക് കഴുകാതെ വീണ്ടും പുതിയ തിരിയിട്ട് കത്തിക്കുക. മൂന്നാമത്തേത്, ഓടാത്ത ക്ലോക്ക്, കേടായ ഇലക്ട്രിക്കൽ സാധനങ്ങൾ അതിൻ്റെ തന്നെ സ്ഥാനത്ത് വച്ചിരിക്കുക. ഒന്നുകിൽ പ്രവർത്തനക്ഷമമാക്കി വയ്ക്കുക, അതല്ല എങ്കിൽ ഉപേക്ഷിക്കുക. ഇതുപോലെ പഴയ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ, ചിലർ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുടുപ്പുകളെല്ലാം സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഇതെല്ലാം ദോഷങ്ങൾ ചെയ്യും, ഒഴിവാക്കേണ്ടതാണ്. നാലാമത്തെ കാര്യം, വീടിൻ്റെ ഈശാന്യ, അതായത് വടക്ക് കിഴക്ക് ദിശയിൽ ഭാരിച്ച വസ്തുക്കൾ വയ്ക്കുക. അതുപോലെ വാഷിംഗ് മെഷീൻ, തയ്യൽ മെഷീൻ ഇതൊന്നും ഈശാനയിൽ വയ്ക്കാൻ പാടില്ല. അഞ്ചാമത്തേത്, വീടിൻ്റെ തെക്ക് ഭാഗത്തായി ജലസ്രോതസ് ഉണ്ടാകുക. ഇത് ദാരിദ്ര്യത്തിന് കാരണമായി തീരുന്നു. അതുപോലെ പേരിനും പ്രശസ്തിക്കും കോട്ടം വരുത്തുകയും ചെയ്യും. ആറാമത്തെ കാര്യം, ഭവനത്തിൽ ദാരിദ്ര്യമുണ്ടാകാനും ഉയർച്ച ഉണ്ടാകാതിരിക്കാനുമായ മറ്റൊരു കാരണം ഇതാണ്: ഒരു നേരമെങ്കിലും ഇഷ്ടദേവന് വിളക്ക് കത്തിക്കാതിരിക്കുന്നത്, പ്രാർത്ഥിക്കാതിരിക്കുന്നത്. ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.